തുടരും എന്ന സിനിമയെ പറ്റി ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ എ ഫീൽ ഗുഡ് ക്രൈം ത്രില്ലർ മൂവി. ലാലേട്ടൻ എന്ന നടനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫാൻ ബോയ് ആയിട്ടുള്ള തരുൺ മൂർത്തി എന്ന സംവിധായകൻ എന്താണോ മലയാള സിനിമയ്ക്ക് തരാൻ ആഗ്രഹിച്ചത് അത് അതുപോലെ തന്നെ നീറ്റായിട്ട് വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന നടന് അർമ്മനതിച്ച് ചെയ്യാനുള്ള നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ക്യാരക്ടറാണ് ഷൺമുഖദാസ്. മോഹൻലാൽ ശോഭന കോംബോ ഇറ്റ്സ് ഫാന്റാസ്റ്റിക് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഫാമിലി ഇമോഷൻസ്, ആ ഒരു റൊമാൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിലെ ത്രില്ലർ ജോണറിലേക്ക് വരുന്ന സമയത്ത് പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു വില്ലൻ വേഷം, അദ്ദേഹവും മോഹൻലാലും തമ്മിൽ കട്ടക്കാണ് ഇതിൽ ഉള്ളത്. എല്ലാവരുടെയും പെർഫോമൻസ് കിടലിനാണ്. നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്, നല്ലൊരു ഫാമിലി ഡ്രാമയാണ്. ഈ സിനിമയിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനിപ്പോ മഴ ആയിക്കോട്ടെ, വെയിലായിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, കാടായിക്കോട്ടെ, അങ്ങനെ പല സംഭവങ്ങളും ഈ സിനിമയിൽ സ്റ്റോറിയുടെ പല സ്ഥലങ്ങളിലും കണക്റ്റഡ് ആവുന്നുണ്ട്. അത് ആ സിനിമ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലാവുള്ളൂ. കാരണം ഇതിന്റെ തിരക്കഥ കൊണ്ടുപോയിരിക്കുന്ന രീതി അങ്ങനെയാണ്, അതിനെ മേക്ക് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. സോ ഈ എലമെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഈ ഘടകങ്ങളൊക്കെ എങ്ങനെയാണ് എവിടെയാണ് കണക്റ്റഡ് ആയിട്ട് ഈ സിനിമയിൽ വരുന്നത്, എങ്ങനെയാണ് ഈ സിനിമ തീരുന്നത് എന്നുള്ളതൊക്കെ ഈ സിനിമ വളരെയധികം കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. ഏതൊരു ഏജ് കാറ്റഗറിയിൽപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നല്ല സാറ്റിസ്ഫാക്ഷനോടെ കണ്ട് തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റുന്ന സിനിമയാണ് തുടരും. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക, കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.